ഹലോ ക്രിയേറ്റേഴ്സ്, ഇന്ന് നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഈ കേക്ക് ബോർഡ് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. ഈ പെൻ ഹോൾഡറിൻ്റെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്ത നീലയും വെള്ളയും പെയിൻറ്റ് കുറച്ചധികം വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വരച്ചു കൊടുത്തതാണ്. അപ്പോഴാണ് ഇതുപോലെ ഒരു സീ തീമിൽ നമുക്കൊരു പിക്ചർ അങ്ങോട്ട് വരച്ചാലോ എന്ന് തോന്നിയത്. എന്തായാലും ആ തോന്നൽ വെറുതെ ആയില്ല. ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലോട്ട് വരുന്നത് പോലെ കളേഴ്സ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഹാ, കാണാൻ തന്നെ എന്ത് രസമാണല്ലോ. ഈ കാണുന്നത് പോലെ അത് ഇത്ര സിമ്പിളല്ല കേട്ടോ. അത്യാവശ്യം സമയമെടുത്തിട്ടാണ് അതൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്കൊരു വെള്ളിവെളിച്ചം കടന്നു വരുന്നത് പോലെയുള്ള ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ വരച്ച് കൂട്ടിയത്. ഇത്രയും കണ്ടിട്ട് പിടികിട്ടാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു ജെല്ലി ഫിഷാണ് വരയ്ക്കാൻ നോക്കുന്നത് കേട്ടോ. അതും വെറും ജെല്ലി ഫിഷല്ല, ഒരു റെയിൻബോ ജെല്ലി ഫിഷ് തന്നെ ആയിക്കോട്ടെ. ഈ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ ഏകദേശം കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഈ പെയിൻറ്റും ബ്രഷും കണ്ടപ്പോൾ ഉള്ള ആവേശമില്ലേ, ഇതാ ഈ വര തുടങ്ങിയപ്പോൾ അത് അവസാനിച്ചു. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ബോഡിയുടെ ഭാഗം ഏകദേശം തീർത്തിട്ട് ഞാൻ നേരെ കാലുകളിലേക്ക് കടന്നു. അതാണല്ലോ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഭാഗം. അത് കഴിഞ്ഞ് വൈറ്റും യെല്ലോ പെയിൻറ്റും യൂസ് ചെയ്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഡെസ്കിൽ നമ്മളുടെ സ്വന്തം കൈകൊണ്ട് വരച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കർ കണ്ടുകൊണ്ടിരിക്കാൻ അതൊരു പ്രത്യേക തരം ഫീലല്ലേ. അങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ലെങ്കിലും അത് നമ്മൾ ട്രൈ ചെയ്തു എന്നുള്ളതിലല്ലേ കാര്യം. അങ്ങനെ നമ്മൾ പിക്ചർ ഫിനിഷ് ചെയ്യാൻ പോവാട്ടോ. നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ഡോട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു മാജിക്കൽ എഫക്റ്റ് കൊണ്ടുവരികയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ റെയിൻബോ ജെല്ലി ഫിഷ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.